ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഔൾസ്. നമ്മൾ ഇന്ന് എസ് എൻ ഗുപ്തയുടെ ദ തിയറി ഓഫ് രസ എന്ന് പറയുന്ന ഒരു എസ്സെയാണ് പഠിക്കാൻ പോകുന്നത്. ഈ എസ്സെ ബിഗിൻ ചെയ്യുന്നത് തന്നെ നമ്മുടെ ആരാണ് എസ് എൻ ഗുപ്ത പറയുന്നുണ്ട്, ഭരതമുനി രസ അഥവാ ഈസ്തെറ്റിക് ഇമോഷനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ വിഭാനുഭവ്, വ്യഭിചാരീഭാവ, സംയോഗ, നിഷ്പതി, ഇങ്ങനെയാണ് ഇദ്ദേഹം അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനുശേഷം എസ് എൻ ഗുപ്ത ഈ ഭരതമുനിയുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതിന് ഡെഫിനിഷൻ ഉണ്ടല്ലോ, അതിന് ഓരോ വേർഡായിട്ട്, അതായത് എന്താണ് വിഭാനുഭവം, എന്താണ് വ്യഭിചാരീഭാവം, അതിനെയൊക്കെ എടുത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഈ എസ്സെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ആരാണ് ഭരതമുനി എന്ന് പഠിക്കണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഭരതമുനി എന്നൊരു പേരും നാട്യശാസ്ത്രവും കേട്ട് കാണും അല്ലേ? ഇന്ത്യൻ പൊയറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഈസ്തെറ്റിക്സിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് നാട്യശാസ്ത്രം. ഈ നാട്യശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട ഡ്രാമ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു ഡ്രാമ പ്രസൻറ്റ് ചെയ്തിരിക്കേണ്ടത്, സ്റ്റേജ് എങ്ങനെ ആയിരിക്കണം, കോസ്റ്റ്യൂംസ് എങ്ങനെ ആയിരിക്കണം, ക്യാരക്ടേഴ്സ് എങ്ങനെ ആയിരിക്കണം, അങ്ങനെ എല്ലാത്തിനെ പറ്റി കിട്ടും. നമ്മുടെ പൊയറ്റിക്സ് കേട്ടിട്ടില്ലേ? പൊയറ്റിക്സ് ഒക്കെ പോലെ നമുക്ക് ഇവിടെയും നാട്യശാസ്ത്രം നമുക്കുണ്ട്. നമുക്ക് ഭയങ്കര പ്രൗഡാണ് അതിൽ. ഓക്കെ, അപ്പോൾ നാട്യശാസ്ത്രയുടെ കർത്താവാണ് ഭരതമുനി എന്ന് പറയുന്നത്. ഈ ഭരതമുനി നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ തിയേറ്ററിക്കൽ ആർട്ട് ഫോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ തിയേറ്ററിക്കൽ ആർട്ട് ഫോംസിൻ്റെ ഫാദറാണ് ഭരതമുനി. അദ്ദേഹം കാവ്യശാസ്ത്രം അഥവാ ലിറ്റററി സയൻസ് അതിൻ്റെ ഒരു ഫൗണ്ടറാണ്. ഇനി ഇദ്ദേഹമാണ് രസാ തിയറി കൊണ്ടുവരുന്നത്. ഈ രസാ തിയറി ഈ ഒരു നാട്യശാസ്ത്രം ഈ ബുക്കിലാണ് പറയുന്നത്. ഈ ബുക്കിൽ ചാപ്റ്റർ നമ്പർ 6ഉം ചാപ്റ്റർ നമ്പർ 7ഉം എന്താണ് രസ, എന്താണ് ഈസ്തെറ്റിക് ഇമോഷൻ എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തരുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബുക്കിൽ ഇന്ത്യൻ പൊയറ്റിക്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻ പൊയറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ 8 സ്കൂൾസാണ് ഒരു പൊയട്രിയെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. എന്തൊക്കെയാണ് ഒരു കാര്യം? 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് ഗുഡ് പൊയട്രി. ഒരു ഗുഡ് പൊയട്രി ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? 8 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. എന്തൊക്കെയാണെന്നറിയാമോ? രസ എന്ന് വെച്ചാൽ ഈസ്തെറ്റിക് പ്ലഷർ. നെക്സ്റ്റ് അലങ്കാര എന്ന് വെച്ചാൽ നമ്മുടെ പൊയറ്റിക് ഫിഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മെറ്റഫേഴ്സ്, സിമിലി, അങ്ങനെ കുറച്ച് എംബലിഷ്മെൻറ്റ്സ് ആഡ് ചെയ്യില്ലേ, അതാണ് നമ്മുടെ അലങ്കാര. നെക്സ്റ്റ് ഗുണ എന്ന് വെച്ചാൽ പൊയറ്റിക് മെറിറ്റ് ആണ്. ഇത് ചുമ്മാ കേട്ടിരുന്ന് പോയാൽ മതി കേട്ടോ, കാണാതൊന്നും പഠിക്കണ്ട. ഋതി, പിന്നെ ധ്വനി, വക്രോക്തി, പിന്നെ ഔചിത്യ, അനുമാന. ഓക്കെ, ഇത്രയും 8 സ്കൂൾസാണ് ഇന്ത്യൻ പൊയറ്റിക്സിലുള്ളത്. അതിൽ നമുക്ക് പഠിക്കേണ്ട സംഭവമാണ് രസ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പൊയറ്റിക്സിലെ 8 സ്കൂൾസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിലൊരു സ്കൂളാണ് രസ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രസ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നാലേ ഒരു പൊയട്രി ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ചും കൂടെ വാല്യുബിൾ ആണ് രസ എന്ന് പറയുന്നൊരു സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രസ അതിനെപ്പറ്റി പഠിക്കാം. ചാനൽ പുതിയതായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്, പ്ലീസ്. ഓക്കെ, നമുക്കിനി രസ തിയറി നോക്കാം. രസ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന രസമില്ലേ, രസം, അത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാലും മതി. രസം എന്ന് വെച്ചാൽ ഒരു എസെൻസ് ആണ്. നല്ല രസമുണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, നല്ല രസമുണ്ട്, നല്ല എസെൻസ് ആണ്, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്, അല്ലെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ട്. ലിറ്ററൽ മീനിങ് എന്ന് വെച്ചാൽ സാപ്പ് അഥവാ ജ്യൂസ് ആണ്. ഓക്കെ, രസം അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, രസം. അതുപോലെ തന്നെ എന്താണ് രസ തിയറിയുടെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈസ്തെറ്റിക് ഫ്ലേവർ ആണ്, അഥവാ ഈസ്തെറ്റിക് ഇമോഷൻ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു പീസ് ഓഫ് വർക്ക് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതാണ് നമ്മുടെ ഈസ്തെറ്റിക് ഇമോഷൻ അല്ലെങ്കിൽ രസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയില്ലേ പോഗേഷൻ ഓഫ് ഇമോഷൻസ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെയാണ് രസയും കേട്ടോ. നെക്സ്റ്റ്, ഇതിനകത്ത് അഫക്റ്റേറ്റീവ് തിയറിയെ പറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആർട്ട് എങ്ങനെയാണ് ഓഡിയൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് അഫക്റ്റേറ്റീവ് തിയറി എന്ന് പറയുന്നത്. അഫക്റ്റേറ്റീവ് അല്ല, അഫക്റ്റീവ് തിയറി എന്ന് പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ വർക്ക്സ് തന്നെ, ഷേക്സ്പിയറിൻ്റെ വർക്ക്സ് ഒക്കെ തന്നെ ആണെങ്കിലും നമുക്ക് ആ ഒരു വർക്ക് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പോഗേഷൻ ഓഫ് ഇമോഷൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് സന്തോഷം വരും, അല്ലെങ്കിൽ വിഷമം വരും, അല്ലെങ്കിൽ കരച്ചിൽ വരും, ദേഷ്യം വരും. ഓക്കെ, കുറേ ഇമോഷൻസ് വരില്ലേ, അതാണ് അഫക്റ്റീവ് തിയറി. അതും ഓരോ രസങ്ങളാണ്, പ്രേക്ഷകരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഓരോ രസങ്ങൾ അല്ലെങ്കിൽ ഈസ്തെറ്റിക് ഇമോഷൻസ് ആണ്. നമ്മുടെ ഭരതമുനിയെ പോലെ തന്നെ മറ്റൊരു വ്യക്തിയുണ്ട്, അഭിനവ ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി. ഈ അഭിനവ ഗുപ്തൻ്റെ ഒരു ബുക്കാണ് അഭിനവ ഭാരതി എന്ന് പറയുന്നത്. ആ ഒരു അഭിനവ ഭാരതി എന്ന് പറയുന്ന ബുക്കിൽ ഈ കുറച്ചും കൂടെ ഈ രസ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻ എ ഡ്രാമ, സോങ്സ് ആൻഡ് അതർ പെർഫോമൻസ് ആർട്ട്. ഓക്കെ, ഇനി അപ്പം ഡ്രാമ ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ വേൾഡ് ബൈ ഭരത. ഇറ്റ് സോൾഡിഫൈസ് ദ ഭാവാസ് ഓഫ് ഓൾ 3 വേൾഡ്സ്. ഇത്രയേ ഉള്ളൂ. ഭരത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരുന്ന സംഭവം ഡ്രാമയായിരുന്നു. ഈ ഡ്രാമയിൽ ഈ ലോകത്തുള്ള ഈ 3 ലോകങ്ങളെന്നല്ലേ പറയുന്നത്, ഈ 3 ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഡ്രാമയിൽ ഇൻക്ലൂഡഡ് ആണെന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ഇമിറ്റേഷനാണ് ഡ്രാമ. ഓക്കെ, ഇനി
അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഇൻ ഡ്രാമ ഈസ് എക്സ്പെക്റ്റഡ് ടു ഇവോക്ക് രസ ഓർ ജോയ് ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ പ്രൈമറി ഗോൾ. ഓക്കെ, അപ്പം ഡ്രാമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡേ ടു ഡേ ലൈഫ് അതാണ് അവതരിപ്പിക്കുന്നത്. വെറുതെ ഡേ ടു ഡേ ലൈഫ് അല്ല, അതുവഴി ഓഡിയൻസിന് എന്തെങ്കിലും ഒരു സംഭവം കിട്ടണം, അവരുടെ ഉള്ളിൽ ആ ഒരു ഇമോഷൻസ് ഉണ്ട്, നമ്മുടെ കത്താർസിസ് എന്ന് പറയില്ലേ, അത്ര തന്നെ ഉള്ളൂ, ആ ഒരു ഇമോഷൻസ് ഇവോക്ക് ചെയ്യണം. അതിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഈ കോമഡിയൊക്കെ യൂസ് ചെയ്യുന്നത് ആൾക്കാർ റിലീഫിന് വേണ്ടി മാത്രമാണ് കേട്ടോ, ഒരു രസ അല്ലെങ്കിൽ ആ ഒരു ജോയ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അതല്ല പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയില്ലേ, അപ്പോൾ എന്താണ് അപ്പോൾ ഒരു ഡ്രാമയുടെ പ്രൈമറി ഗോൾ എന്ന് വെച്ചാൽ? ദ പ്രൈമറി ഗോൾ ഈസ് ഇൻസ്റ്റഡ് ടു ക്രിയേറ്റ് പാരലൽ ലൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഡിയൻസ് ടു എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് വൺസ് ഓൺ. അതായത് നമ്മൾ നമ്മുടെ ഒരു മിറർ ഇമേജിനെ പോലെ നമ്മളെ തന്നെയാണ് ആ ഒരു ഡ്രാമ കാണുമ്പോൾ തോന്നുന്നത്, നമ്മുടെ ക്യാരക്ടർ ആവണം നമുക്ക് അവിടെ തോന്നേണ്ടത്. അത് ഡ്രാമാറ്റിസ്റ്റിൻ്റെ കഴിവാണ്. ആ ഒരു ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന ആൾക്കാരുടെ ലൈഫ് അവിടെ പിക്ചറൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ആൾക്കാർ ഡ്രാമ കാണുന്നതിലൂടെ സ്വന്തം മിറർ ഇമേജിനെ ആയിരിക്കാം അവിടെ കാണുന്നത്. ആ ഒരു ഇമേജിനെ കാണുന്നതോടുകൂടി ഓക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ, സോ ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് കറക്ഷൻസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെയാണ് ഒരു ഡ്രാമയുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു രസയെ എന്താണ് രസയാക്കുന്നത്, നമ്മൾ ഡെഫിനേഷൻ കൊടുത്തില്ലേ, നമ്മൾ ഓൾറെഡി കൊടുന്നു. വിഭാനുഭവ്, വ്യഭിചാരി ഭാവ്, സംയോഗ ദർശനീ നിഷ്പത്ത് എന്ന് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണോ അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ, സാൻസ്ക്രിറ്റ് വേർഡ്സ് ഒക്കെ അല്ലേ. ഓക്കെ, നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ ഒരു രസയ്ക്ക് ഡെഫിനേഷൻ കൊടുത്തത്. അത് നമുക്കിനി ഓരോന്നും എന്താണെന്ന് പഠിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നല്ല പോലെ തന്നെ പഠിച്ചു വെക്കണം. എന്താണ് രസ? ദ യൂണിയൻ ഓഫ് വിഭവാസ്, അനുഭവാസ് ആൻഡ് വ്യഭിചാരി ഭാവാസ് വിത്ത് സ്ഥായി ഭാവ ലീഡ്സ് ടു റിയലൈസേഷൻ ഓഫ് രസ. ഇത്രയേ ഉള്ളൂ. അതായത് എന്താണ് രസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ വിഭവാസുണ്ട്, അനുഭവാസുണ്ട്, വ്യഭിചാരി ഭാവാസുണ്ട്. ഇത് മൂന്നിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. ഒപ്പം കൂടെ തന്നെ എന്തുണ്ട്? സ്ഥായി ഭാവമുണ്ട്. ഇതാണ് നമ്മൾ രസ എന്ന് പറയുന്ന ആ ഒരു ഈസ്തറ്റിക് പ്ലഷറിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ആ ഒരു ഈസ്തറ്റിക് പ്ലഷറിലേക്ക് എത്തിക്കുന്നത് വിഭവവും അനുഭവവും അതുപോലെ വ്യഭിചാരി ഭാവയും ആണ്. എന്താണ് ഈ ഭാവ, അല്ലെങ്കിൽ എന്താണ് സ്ഥായി ഭാവ, അല്ലെങ്കിൽ എന്താണ് വ്യഭിചാരി ഭാവ എന്നൊക്കെ ഉള്ളത് നമുക്കിനി പഠിക്കാം. ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. ഓക്കെ, എന്താണ് ഭാവ? ഭാവം എന്ന് വെച്ചാൽ നമുക്കറിയാലോ എന്താണ് ഭാവ, ഒരു ഇമോഷൻ ആണല്ലേ, പല പല ഭാവങ്ങളുണ്ടെന്ന് പറയില്ലേ, അതുപോലെ ഒരു ഇമോഷനാണ് ഭാവ എന്ന് പറയുന്നത്. A work of art transfers into good literature only when writer represents the content, ഭാവ, ഇമോഷൻസ് ഇൻ എ പ്രോപ്പർ വേ. അതായത് ഏതൊരു വർക്കാണെങ്കിലും അതിൻ്റെ ആർട്ടിസ്റ്റിക് എക്സലൻസിലേക്ക് എത്തണമെങ്കിൽ റൈറ്റർ അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ ഭാവയും അതിൻ്റെ ഇമോഷൻസും എല്ലാം മൂന്നും ഒരുപോലെ ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ അത് എക്സലൻസ് റീച്ച് ചെയ്യത്തുള്ളൂ. ഈ ഭാവയെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്ഥായി ഭാവവും ഉണ്ട്, സഞ്ചാരി ഭാവയും ഉണ്ട്. സഞ്ചാരി തന്നെയാണോ പറയുന്നത്? ഓക്കെ, സഞ്ചാരി ഭാവയും ഉണ്ട്. നമുക്ക് എന്താണ് സ്ഥായി ഭാവ എന്ന് പറയാം. നമ്മളെപ്പോഴും പറയത്തില്ലേ, ചിലർക്ക് എപ്പോഴും സ്ഥായി ഭാവം ഇത് തന്നെയാണ്, എപ്പോഴും ശോകമായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ചിലർക്ക് എപ്പോഴും ഒരു പുച്ഛമായിരിക്കും. നമ്മളെപ്പോഴും പറയില്ല അങ്ങനെ സ്ഥായി ഭാവം, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ പറയില്ലേ അവർക്ക് എപ്പോഴും ഈ ഒരു സ്ഥായി ഭാവമാണെന്ന് പറയില്ലേ. അതാണ് സ്ഥായി ഭാവം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ നമ്മളത് വളരെ ഒരു മനുഷ്യന് നോർമലായിട്ടുള്ള ഒരു സംഭവമാണ് സ്ഥായി ഭാവ. അത് വളരെ പതുക്കെ മാത്രമേ ഡെവലപ്ഡ് ആവത്തുള്ളൂ, വളരെ പതുക്കെ ഉണ്ടായി വരുള്ളൂ. പക്ഷേ കുറേ കാലം, ഒരു പക്ഷേ ജീവിതാന്ത്യം വരെ ആ ഒരു സ്ഥായി ഭാവം നമ്മളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് ഇപ്പം ഓരോ വ്യക്തികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും സ്ഥായി ഭാവം. ഞാൻ ചിലപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന അങ്ങനെയുള്ള ആളല്ല ഞാൻ, പക്ഷേ നിങ്ങളൊന്ന് വിചാരിച്ചോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും ഒക്കെ ആയിരിക്കാം പതിയെ പതിയെ ഗ്രാജുവലി ഉണ്ടായി വരുന്നൊരു സംഭവമാണ് സ്ഥായി ഭാവം എന്ന് പറയുന്നത്. അതങ്ങനെ ഉണ്ടായി വരുവാണെങ്കിൽ ലൈഫ് ലോങ് അത് നമ്മുടെ കൂടെ തന്നെ കാണും, എപ്പോഴും നമ്മുടെ ഒരു സ്ഥായി ഭാവം അത് തന്നെ ആയിരിക്കും. ചില ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അവരുടെ സ്ഥായി ഭാവം ആ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ്. അത് വളരെ പെരിയായിരിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നത്, പക്ഷെ അതെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സഞ്ചാരി ഭാവയാണ്. സഞ്ചാരി ഭാവ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന കുറേ ഇമോഷൻസ് ഉണ്ടല്ലോ, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് സന്തോഷം വരും. അത് ആ ഒരു മൊമെൻ്ററി ആയിരിക്കും, കുറച്ച് നേരത്തേക്ക് മാത്രം. സഞ്ചാരി, ട്രാവലിംഗ്, കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള ഒരു മൊമെൻ്ററി ആയിട്ടുള്ള ഭാവാസാണ് സഞ്ചാരി ഭാവ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ലവ് ഉണ്ട്, ഡിസ്കസ്റ്റ് ഉണ്ട്, എന്തൂസിയാസം ഉണ്ട്, അതൊക്കെ സ്ഥായി ഭാവമാണ്. ആങ്കർ, ലാഫർ, ഫിയർ അതൊക്കെ സഞ്ചാരി ഭാവമാണ്. അതായത് നമുക്ക് ലവ്, സ്നേഹം അതുപോലെയുള്ള കാര്യങ്ങൾ വളരെ പെതുക്കെയായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, പക്ഷെ അത് കുറേ നാളിങ്ങനെ റിമൈൻഡ് ചെയ്ത് നിൽക്കും. ആക്ച്വലി ഇതിനെ നമുക്ക് സഞ്ചാരി ഭാവത്തിൽ പറയും, അത് പെട്ടെന്നുണ്ടായി പെട്ടെന്ന് പോകുന്ന സാധനങ്ങളാണ്, എങ്കിൽ പോലും സഡൻ ഒരു എക്സ്പ്ലോഷൻ പോലെ ഉണ്ടാവുന്നത് നമുക്ക് സഞ്ചാരി ഭാവ എന്ന് പറയാം. ദേഷ്യം,
അല്ലെങ്കിൽ വെറുപ്പ്. ഓക്കെ, രണ്ടും ഈക്വലാണ്. കുറേ നാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്നത് സ്ഥായി ഭാവം, അത്ര തന്നെ ഉള്ളൂ. ഈ സ്ഥായി ഭാവം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. എല്ലാവർക്കും അത് ഈക്വൽ അല്ല. പലർക്കും പല സംഭവങ്ങളായിരിക്കും സ്ഥായി ഭാവമായിട്ടുള്ളത്. അത് പെർമനന്റ് ഇമോഷൻസ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം നമുക്ക് ബേസിക് ആയിട്ടൊരു സ്ഥായി ഭാവം ഉണ്ടായിരിക്കും. ആ സ്ഥായി ഭാവത്തിൻ്റെ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എല്ലാത്തിനെയും നോക്കിക്കാണുന്നത്. എൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ എപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്നൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഫ്യൂച്ചറിൽ എന്താവും എന്നൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ എന്തൊരു സംഭവം വന്നാലും എൻ്റെ ഭാവം എന്താണ്? ഓവർ തിങ്ക് ചെയ്യും. അല്ലെങ്കിൽ ഓവർ തിങ്ക് അല്ല, ഞാൻ എല്ലാം കണക്കൂട്ടും, പ്ലാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ സ്ഥായി ഭാവമാണത്. ഞാൻ എന്ത് മറ്റൊരു കാര്യം വരുമ്പോഴും ഞാൻ ഇതിൻ്റെ ബേസിലായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അത് ഇൻബോൺ ആണ്, ഇന്നേറ്റ് ഇമോഷനാണ്. ട്രെയിനിങ്ങിലൂടെയോ എഡ്യൂക്കേഷനിലൂടെയോ ഒന്നും നേടുന്ന ഒരു സംഭവമല്ല സ്ഥായി ഭാവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 8 സ്ഥായി ഭാവമുണ്ട്. 8 സ്ഥായി ഭാവയ്ക്കും കൂടെ 8 രസങ്ങളും ഉണ്ട്. 8 സ്ഥായി ഭാവയും ഉണ്ട്, 8 രസങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് 8 സ്ഥായി ഭാവ എന്ന് പറയുന്നത്? രതി, ഹാസ, ക്രോധ, ഉത്സാഹ, സമയാണോ? ഓക്കെ, ഭയ, ജുഗുപ്സ, വിസ്മയ, ശോക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 8 സ്ഥായി ഭാവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്ര മതി. ഇത്രയാണ് നമ്മുടെ സ്ഥായി ഭാവം. അപ്പം നമ്മൾ എന്തിനാ ഈ സ്ഥായി ഭാവത്തെ പറ്റി പറഞ്ഞെന്ന് മനസ്സിലായോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു രസ. ഈ രസ എന്ന് പറഞ്ഞാൽ വിഭവ, അനുഭവ, വ്യഭിചാരി ഭാവ, ഇത് മൂന്നും കൂടെ ചേരുന്നതും എന്തിനോടൊപ്പം? സ്ഥായി ഭാവയോടൊപ്പം ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് രസ എന്ന് പറയുന്നത്. അതിലെന്താണ് സ്ഥായി ഭാവ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറയേണ്ട ടേം വ്യഭിചാരി ഭാവ ആണ്, അഥവാ സഞ്ചാരി ഭാവയാണ്. നമ്മൾ പറഞ്ഞില്ലേ വ്യഭിചാരി എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ എന്താണ്, മീൻസ് ട്രാൻസിയൻ്റ് ആണ്, മാറിക്കൊണ്ടേയിരിക്കും. സഞ്ചാരി ഭാവ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ട്രാൻസിറ്ററി ആണ്, നോട്ട് ഇൻബോൺ. പെട്ടെന്ന് ഉണ്ടാവുന്നൊന്നുമല്ല, മാറിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ഉണ്ടാകുന്ന സഡൻ ഒരു അബ്രപ്റ്റ് ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതാണ് നമ്മുടെ വ്യഭിചാരി ഭാവ എന്ന് പറയുന്നത്. നോട്ട് ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് ഫീലിംഗ്, keep changing in course of time and according to situation or context. Known as Vyabhichari Bhava because it does not remain with person a long time. After a few moments it's become invisible. അതായത് വ്യഭിചാരി പെട്ടെന്ന് അങ്ങ് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഇതിനെ വ്യഭിചാരി ഭാവ എന്ന് പറയുന്നത്. ഓക്കെ, 30 എണ്ണം ഉണ്ട്. നമ്മൾ പറഞ്ഞു 8 എണ്ണേ ഉള്ളൂ സ്ഥായി ഭാവ. പക്ഷേ വ്യഭിചാരി ഭാവ 30 എണ്ണം ഉണ്ട്. നമ്മൾ സ്ഥായി ഭാവത്തിൽ കുറേ പറഞ്ഞു. ലവ് പറഞ്ഞു, മോദ്, ഹാസ, സന്തോഷം പറഞ്ഞു, ആങ്കർ, ദേഷ്യം പറഞ്ഞു, കറേജ് പറഞ്ഞു, ഫിയർ പറഞ്ഞു, വണ്ടർ പറഞ്ഞു, സോറോ, അങ്ങനെ കുറേ പറഞ്ഞു. ഇത് പക്ഷേ അതുപോലുള്ള 30 എണ്ണം ഉണ്ട്. നമ്മൾ സ്ഥായി ഭാവം 8 എണ്ണം പറഞ്ഞു, ഇത് കുറേ ഉണ്ട്, 30 എണ്ണം ഉണ്ട്. ചുമ്മാ ഒന്ന് പറഞ്ഞു പോവാം, എല്ലാം ഒന്നും പഠിക്കണമെന്നൊന്നുമില്ല, ചുമ്മാ ഒന്ന് പറഞ്ഞു പോവാം. നിർവേദ, ഗ്ലാനി, ശങ്ക, അസുര, മത, ശ്രമ, ആലസ്യ, ദൈന്യ, ചിന്ത, മോഹ, സ്മൃതി, ദൃഷ്ടി, വൃത, കപാലത, ഹർഷ, അവേഗ, ഗൈവ. ഓക്കെ, നമുക്ക് അത്രയൊക്കെ മതി. ചുമ്മാ കേട്ട് വെച്ചിരുന്നാൽ മതി. നമുക്ക് നിദ്ര, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, നിദ്രയുണ്ട്. ഓക്കെ, നമുക്കതൊക്കെയാണല്ലോ ഇഷ്ടം. ഓക്കെ, പിന്നെ അപ്പം നമ്മൾ സ്ഥായി ഭാവയും പറഞ്ഞു, വ്യഭിചാരി ഭാവയും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ് വിഭവ? നമ്മൾ ആദ്യമേ എന്താ വിഭാനുഭവ് എന്നല്ലേ പറഞ്ഞേ? വിഭാനുഭവ, വ്യഭിചാരി ഭാവ, അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പം നെക്സ്റ്റ് ഇനി നമ്മൾ വിഭവ പറയാൻ പോവാം. വിഭവ എന്ന് വെച്ചാൽ സ്റ്റിമുലൻ്റ് ആണ്, ഡിറ്റർമിനിങ് എലമെൻറ്റ് വിച്ച് ഹെൽപ്പ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഫീലിംഗ് ഇൻ എ സെൻറ്റിമെൻറ്റ്. സ്റ്റിമുലൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെങ്ങനെ ഉദ്ദീപിപ്പിക്കും. അതായത് ഒരു നമ്മളെ എന്തോ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഭാവം വരാൻ വേണ്ടിയിട്ട് നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് വിഭവ എന്ന് പറയുന്നത്. അതിന് റീസൺ ആയേക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് നമ്മുടെ സ്ഥായി ഭാവത്തെ ബ്രിങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീസൺ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെയാണ് വിഭവ എന്ന് പറയുന്നത്. വിഭവം എന്തോ ഒരു സംഭവം റെസ്പോൺസീവ് ആണ്, അതിനെയാണ് നമ്മൾ വിഭവ എന്ന് പറയുന്നത്. 2 ആസ്പെക്റ്റുകളുണ്ട്. ആലംബന വിഭവവും ഉണ്ട്, ഉദ്ദീപന വിഭവവും ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ആലംബന വിഭവവും ഉണ്ട്, ഉദ്ദീപന വിഭവവും ഉണ്ട്. ആലംബന വിഭവം എന്ന് വെച്ചാൽ ആരുടെ മനസ്സിലാണോ ഈ ഒരു സ്ഥായി ഭാവം ഉണ്ടാവുന്നത്, അതാണ് ആലംബന വിഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദ്ദീപന വിഭവം എന്ന് വെച്ചാൽ എന്താണ് റീസൺ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇതുണ്ടാവാൻ വേണ്ടി എന്താണ് റീസൺ. അത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആവാം, സ്റ്റേജ് ആവാം, നേച്ചർ ആവാം, ട്രീസ് ആവാം, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഉദ്ദീപന വിഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, they enhance or support and create the background for proper incident to be performed. ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള റീസൺ, അതാണ് വിഭവാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ അനുഭവാസ് ആണ്. അനുഭവാസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആയി,
ആ സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആവുമ്പോൾ അതിനോടുള്ള നമ്മുടെ റിയാക്ഷൻ, അതിനോട് നമ്മൾ എങ്ങനെയാണ് കോൺസിക്വൻ്റ്ലി റിയാക്ട് ചെയ്യുന്നത്, അതാണ് അനുഭവം കേട്ടോ. അനുഭവം എന്ന് പറയുന്നത് വിഭവം എന്താണ്, ഒരു സിറ്റുവേഷൻ ആണ്, അതിനുള്ള നമ്മുടെ റിയാക്ഷനാണ് അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ വിഭവവും അനുഭവവും ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, ഒരു രസമാവുള്ളൂ. എക്സാമ്പിൾ, നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, നമ്മുടെ അനിയത്തി ഒന്നും നമുക്കൊരു ചവിട്ട് തരുന്നു, നമ്മളെ ചവിട്ടും, അതാണ് വിഭവം. നമ്മളെ ചവിട്ടും കൊണ്ട് വെറുതെ ഇരുന്നാൽ എന്തെങ്കിലും ആവും, ഒരു രസവും ആവത്തില്ലല്ലേ. തിരിച്ച് 2 ഇടി കൂടെ കൊടുക്കുമ്പം അത് അനുഭവമാണ്. അപ്പം 2 ഇടി കൂടെ കൊടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ. ഇത് രണ്ടും കൂടെ ചേർന്നാലേ രസം ഉണ്ടാവുള്ളൂ. അല്ലാതെ അനിയത്തിയുടെ ചവിട്ട് വെറുതെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നാൽ നമുക്കത് ഒന്നും ആവില്ല. തിരിച്ചു കൊടുത്ത് പിന്നെയും തിരിച്ച് കിട്ടണം. അപ്പം അനുഭവം അങ്ങോട്ട് കൊടുത്താൽ പിന്നെയും വിഭവം നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ കിട്ടുകയും കൊടുക്കുകയും, കൊടുക്കൽ വാങ്ങലാണ് നമ്മുടെ രസം എന്ന് പറയുന്നത്. അതിനെ നമ്മളെ കിട്ടുന്നത് നമുക്ക് വിഭവവും അങ്ങോട്ട് കൊടുക്കുന്നത് അനുഭവവുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. എക്സാമ്പിളായി ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് ശോകം, ആ ശോകമാണ് നമ്മുടെ ഒരു വിഭവം എന്ന് പറയുന്നത്. ആ ഒരു ശോകം നമുക്ക് പ്രസൻറ്റ് ചെയ്യണം ആൾക്കാരുടെ മുന്നിലേക്ക്. ഈ ഒരു ശോക, ഇതാണ് വിഭവം, ഈ ഒരു സംഭവം നമുക്ക് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്? കരയും അല്ലേ, കരയും, അല്ലെങ്കിൽ വീപ്പ് ചെയ്യും, അല്ലെങ്കിൽ കണ്ണീരിങ്ങനെ വരും. അതിലൂടെ ആ ഒരു റിയാക്ഷൻസിലൂടെയാണ് നമ്മളത് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത്. അതാണ് അനുഭവം കൊണ്ട് പറയുന്നത്. മനസ്സിലായല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭരതമുനി രസതിയറിയിൽ പറയുന്നത്, ഈ വിഭവം അതുപോലെ അനുഭവവും സഞ്ചാരീഭാവവും എല്ലാം കൂടെ ചേർന്ന് അത് നമ്മുടെ സ്ഥായി ഭാവവുമായിട്ട് കോറിലേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു രസം ഉണ്ടാവുന്നത്. ദ പോയറ്റിക് പ്ലഷർ ഈസ് മാനിഫെസ്റ്റഡ് ആസ് ദ മിൽക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ കർഡ് ആഫ്റ്റർ മിക്സിങ് എനിത്തിങ് സോർ. അതായത് ഒരു മിൽക്ക്, നമ്മൾ പാലിനകത്ത് എന്തെങ്കിലും കുറച്ചും കൂടെ തൈരോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിക്കുമ്പോഴല്ലേ അത് എന്തായി മാറുന്നത്, തൈരായിട്ട് മാറുന്നത്. ഓക്കെ, ഈ തൈര് എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു ഈസ്തറ്റിക് പ്ലഷർ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് ഒഴിക്കുന്ന ഈ ഒരു സോർ കേട്ടോ, അത് പുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവം, അതാണ് നമ്മുടെ സ്ഥായി ഭാവ. ഓക്കെ, അല്ല സോറി, നമ്മുടെ സ്ഥായി ഭാവയിലേക്ക് ഈ വിഭവവും അനുഭവവും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഈസ്തറ്റിക് പ്ലഷറാണ് എന്ത്, രസം. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു ടേമാണ് സാധാരണീകരണം അഥവാ തിയറി ഓഫ് ജനറലൈസേഷൻ എന്താണെന്ന് പറയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കോയിൻ ചെയ്യുന്നത് ഭട്ടനായക, അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല പിള്ളേരെ. ഭട്ടനായക എന്ന് ഞാനങ്ങ് പറയാണ്. ഭട്ടനായക കൊണ്ടുവന്നതാണ് സാധാരണീകരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോഴും പഠിക്കുന്നുണ്ട് കേട്ടോ ഒരു സംഭവം. നമ്മൾ സംസ്കൃതത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പേര് മാറിയെന്നേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് പറയാം. അതായത് എന്താണ് സഹൃദയ എന്നറിയാമോ? സഹൃദയ എന്നൊക്കെ ഉദ്ദേശിക്കുക, എനിക്ക് മനസ്സിലായ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. സഹൃദയർ, അതായത് ഒരു സംഭവം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ആ എഴുത്തുകാരൻ ഉദ്ദേശിച്ച പോലുള്ള അതേ രീതിയിൽ നമ്മളത് ഏറ്റുവാങ്ങി നമ്മളതിനെ എൻജോയ് ചെയ്യുമ്പോഴാണ് നമ്മൾ സഹൃദയരാവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സഹൃദയർ ആ ഒരു രസയെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സാധാരണീകരണ കൊണ്ട് ചെയ്യുന്നത്. അതായത് പല ആൾക്കാർ, നമ്മളൊരു ബുക്ക് വായിക്കുന്നു അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നു, ആ ഒരു സംഭവം പല ആൾക്കാരിലേക്ക് എത്തുന്ന പല രീതിയിലായിരിക്കും അല്ലേ. നമ്മൾ ഓരോന്ന് കാണുമ്പോഴും നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് നമ്മൾക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിലേറ്റഡ് ആവുന്നുണ്ടെന്ന് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹൃദയർ ഈ ഒരു അതിനെ എടുക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ അവരതിനെ ജനറലൈസ് ചെയ്യും, അതും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഈ ഭട്ടനായകയുടെ സാധാരണകരണം അതിനെപ്പറ്റി പറയുന്ന ആ ഒരു ഒറിജിനൽ ടെക്സ്റ്റ് മിസ്സിംഗ് ആണ്, കിട്ടുന്നില്ല. ബട്ട് അദ്ദേഹത്തിൻ്റെ വ്യൂസിനെയും പ്രിൻസിപ്പിൾസിനെയും ഇതിനെയൊക്കെ പറ്റി പറയുന്ന വ്യൂസും പ്രിൻസിപ്പിൾസും ഒക്കെ അഭിനവ ഗുപ്തയുടെ അഭിനവ ഭാരതി എന്ന് പറയുന്ന ബുക്കിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ടാണ് ഡിസ്കഷൻ നടക്കുന്നത്. ഓക്കെ, എന്താണ് തിയറി പറയുന്നത്? ദ തിയറി ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ക്യാൻ എ സ്പെക്ടേറ്റർ ഡിറൈവ് രസ ഫ്രം ദ സെന്റിമെന്റ് എക്സ്പ്രസ്ഡ് ബൈ real character and from those actors who imitate the original characters in their form, dress, language and action. അതായത് ഒരു റിയൽ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ ആ ഒരു വേഷം ഇമിറ്റേറ്റ് ചെയ്യുന്നു. ആ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഒരു സ്പെക്ടേറ്ററിന് അവൻ്റെ ഉള്ളിൽ ആ ഒരു സെൻറ്റിമെൻറ്റ് ഉണ്ടാവുന്നത്, ആ സെൻറ്റിമെൻറ്റ് എങ്ങനെയായിരിക്കും അവനെ ബാധിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്, ആ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് സാധാരണീകരണം മീൻസ് ട്രാൻസ്ഫോമിങ് പർട്ടിക്കുലർ ഇൻറ്റു ജനറൽ. ഒരുപാടൊന്നും ചിന്തിച്ച് തല പുകയ്ക്കണ്ട. നമ്മളൊരു സിനിമ കാണുന്നു, ആ സിനിമ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും അല്ലേ. അത് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പം അത് ജനറൽ ആക്കുന്നു. ഒരു പർട്ടിക്കുലർ കാര്യത്തിന് നമ്മൾ കണ്ടിട്ട് അതിനെ നമ്മൾ ജനറലായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. അതാണ് ഒന്നാമത് സാധാരണീകരണം ചെയ്യുന്നത്. നമ്മളൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിനെന്താ സാധാരണീകരിക്കുന്നു, ജനറലൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ. ഒരു ചെറിയ സംഭവമായിരിക്കും, ആ സംഭവത്തിന് നമ്മൾ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് അതിനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത്രയേ ഉള്ളൂ സാധാരണീകരണം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലൈഫിലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്താനേ, ഇത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പം ഒരാൾ
മരിക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഡ്രാമയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, നമ്മളായിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ ഇതിനോട് റിയാക്ട് ചെയ്താനെ, എങ്ങനെ റെസ്പോണ്ട് ചെയ്താനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. The whole action is universalized in a poem or a play while manifestation of rasa. The spectator becomes free from all his prejudices in the process of universalization. Universalization plays a role for foregrounding for the realization of poetic pleasure, that is rasa. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു സ്പെക്ടേറ്റർ ഒരു ഡ്രാമ കാണുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രിജുഡൈസും അവൻ മാറ്റിവെക്കും. അതിനുശേഷം നമ്മുടെ ആ ഒരു രസ അല്ലെങ്കിൽ ആ ഒരു പോയറ്റിക് പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരുന്ന ആൾ ആരാണ്? യൂണിവേഴ്സലൈസേഷനാണ്, അഥവാ സാധാരണീകരണമാണ്, അഥവാ ജനറലൈസേഷനാണ്. ഓക്കെ, അത് എങ്ങനെയാവുന്നത്? നമ്മളൊരു ഡ്രാമ കാണുന്നു, അപ്പം നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധാരണീകരണം ഉണ്ടാവുന്നു. എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഡ്രാമ കാണുമ്പോൾ ഒരാൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്ഥായി ഭാവം ഇങ്ങനെ ഉണരും. അത് കാണുമ്പോൾ ഉണർന്നിട്ട് അതൊരു രസമായിട്ട് മാറും. അതിനുശേഷം ഈ രസ ബാക്കിയുള്ള ഭാവയുണ്ട്, ഈ ഭാവയുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഹ്യൂമൻ സൈക്കിളിലേക്ക് കയറും. അപ്പോൾ ലവ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ കാര്യം നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ കൂടെ റിലേറ്റ് ചെയ്ത് അതൊരു യൂണിവേഴ്സലൈസ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കും. കഥാർസിസ് പോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം കൂടെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുറേ പ്രിജുഡൈസസ് ഉണ്ട്, അതെല്ലാം മാറി നമ്മൾ ആ ഒരു നമ്മുടെ ഉള്ളിൽ മാത്രം ഉണ്ട് എന്ന് കരുതുന്ന കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, എല്ലാവർക്കും ഇതുണ്ട് എന്ന് മനസ്സിലായിട്ട് ഒരു പർട്ടിക്കുലറിൽ നിന്നും അതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് മാറും. ഇത്രയേ ഉള്ളൂ സാധാരണീകരണം. അത്യാവശ്യം മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ, വിശ്വസിക്കുകയാണ് അങ്ങനെ. ഇത്രയേ ഉള്ളൂ സംഭവം. നെക്സ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, രസ. രസയെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താണ് രസ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ രസ എത്ര എണ്ണം ഉണ്ട്? ഭരതമുനി പറയുന്ന രസ 8 എണ്ണം ഉണ്ട്. ഓക്കെ, അല്ലാതെ ഒരു 9th രസം കൂടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് അഭിനവഗുപ്ത പറയുന്നതാണ് ശാന്തരസം കേട്ടോ, ശാന്തം. അത് 9ാമത്തെ ആയിട്ട് അഭിനവഗുപ്ത പറയുന്നതാണ്. നാട്യശാസ്ത്രത്തിൽ 8 എണ്ണേ പറയുന്നുള്ളൂ. ഏതൊക്കെയാണ്? ശൃംഗാരം, ഹാസ്യം, രൗദ്രം, കരുണം, ഭീഭത്സം, ഭയാനകം, വീരം, അത്ഭുതം, ശാന്തം. ഓക്കെ, മറ്റെന്തുവായിരുന്നു? ശാന്തരസമാണ് നമ്മുടെ അഭിനവഗുപ്ത കൊണ്ടുവന്നത്. ബാക്കിയെല്ലാം കൊണ്ടുവരുന്ന ആരാണ്? നാട്യശാസ്ത്രത്തിലൂടെ ഭരതമുനിയാണ്. ഇവിടെ ഉദയനാണ് തരത്തിൽ പറയത്തില്ലയോ, അത്ര തന്നെ ഉള്ളൂ. ശൃംഗാരം, ഹാസ്യം, രൗദ്രം, കരുണം, ബീഭത്സം, ഭയാനകം, വീരം, അത്ഭുതം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം 2-3 കൂടെ കണ്ടുപിടിക്കാൻ, വേറെ സീനൊന്നുമില്ല. ഓക്കെ, ഇത്രയാണ് നമ്മുടെ രസം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സാധനം. അതിൻ്റെ കൂടെ തന്നെ ധ്വനി എന്നൊരു സംഭവം കൂടെ ഉണ്ട്. ധ്വനി, അത് ആനന്ദവർദ്ധന കൊണ്ടുവരുന്ന സാധനമാണ് ധ്വനി എന്ന് പറയുന്നത്. ധ്വനി എന്ന് പറയുകയാണെങ്കിൽ പോയട്രിയുടെ എസെൻസ് ആയിട്ടാണ് നമ്മുടെ ധ്വനിയെ കൺസിഡർ ചെയ്യുന്നത്. രസയുടെ കൂടെ തന്നെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തു തരാം. അല്ലാതെ ഒരുപാട് ചെയ്താൽ ഇത് ലെങ്തി ആയി പോകും ഈ വീഡിയോ. അപ്പോൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ രസ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം പറഞ്ഞാൽ ചെയ്തു തരാം. ഞാൻ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല, കാരണം എനിക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ധ്വനി കൂടെ ചെയ്തു തരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ രസ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.